ആലുവയിൽ വന്നിറങ്ങുന്ന യുവാക്കളെ തട്ടിക്കൊണ്ടുപോകുന്നു. നമ്പർ 1 കേരളത്തിൽ നിന്നും വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത പുറത്തുവരികയാണ്. എറണാകുളം ആലുവ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് യുവാക്കളെ തട്ടിക്കൊണ്ടുപോകുന്ന സംഘം വിലസുന്നു. കാറിലെത്തിയ സംഘമാണ് ആലുവയിൽ നിന്ന് യുവാവിനെ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നത്. സംഭവത്തിൽ ഇപ്പോൾ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. പരിസര പ്രദേശങ്ങളിലെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത്. അതായത് തിരക്കേറിയ KSRTC ബസ് സ്റ്റാൻഡിനും റെയിൽവേ സ്റ്റേഷനും ഇടയിൽ വെച്ച് ഞായറാഴ്ച രാവിലെ 7:30യോടെയാണ് കാറിലെത്തിയ സംഘം യുവാവിനെ തട്ടിക്കൊണ്ടുപോയത്. റോഡരികിൽ അരമണിക്കൂറോളം ഈ കാർ നിർത്തിയിട്ട സംഘം യുവാവ് ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ചിറങ്ങുന്നതിനിടെ ബലമായി തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. സംഭവ സ്ഥലത്ത് നിന്ന് ഓട്ടോ ഡ്രൈവർമാരാണ് വിവരം പോലീസിനെ അറിയിച്ചത്. തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം നടത്തിയെങ്കിലും ആരെയാണ് തട്ടിക്കൊണ്ടുപോയിരിക്കുന്നതെന്നോ ആരാണ് തട്ടിക്കൊണ്ടുപോയതെന്നോ വ്യക്തമായിട്ടില്ല. സംഭവത്തിൽ ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുകയാണ്. അതേസമയം ഇന്നോവ കാറിലാണ് ഈ സംഘം എത്തിയതെന്നാണ് വിവരങ്ങൾ. നഗരത്തിലെ CCTV കേന്ദ്രീകരിച്ച് ഇപ്പോൾ പരിശോധനകൾ നടക്കുകയാണ്. അതേസമയം സമാനമായ സംഭവം ഇക്കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. തട്ടിക്കൊണ്ടുപോയ ആളെ പിന്നീട് ആലപ്പുഴയിൽ ഉപേക്ഷിച്ച നിലയിൽ തന്നെ കണ്ടെത്തുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം പുരോഗമിക്കുകയാണ്. വീണ്ടും മറ്റൊരു തട്ടിക്കൊണ്ടുപോകൽ കൂടി നടന്നിരിക്കുന്നത്. അതേസമയം 4 ദിവസം മുമ്പ് റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയ ആളെയാണ് സമാനമായ രീതിയിൽ തട്ടിക്കൊണ്ടുപോയത്. എന്നാൽ മണിക്കൂറുകൾക്ക് പിന്നാലെയാണ് ഇയാളെ ഉപേക്ഷിച്ച് സംഘം കടന്നു കളഞ്ഞത്. ഇതിലാണ് ഇപ്പോൾ അന്വേഷണം നടന്നുകൊണ്ടിരിക്കെ പുതിയൊരു സംഭവം കൂടി ഉണ്ടാകുന്നതും. സംഭവത്തിൽ ഇപ്പോൾ കൂടുതൽ വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല എന്നാണ് പോലീസ് അറിയിക്കുന്നത്. അതേസമയം അടുത്തിടെ ആലുവ റെയിൽവേ സ്റ്റേഷൻ പരിസരങ്ങളിൽ പിടിച്ചുപറി സംഘം വ്യാപകമായിരുന്നു. ഈ സംഘത്തിലെ 5 പേർ ഇക്കഴിഞ്ഞ നാളിൽ അറസ്റ്റിലായി. അതായത് ട്രെയിനിന്റെ വാതിൽ നിന്ന് യാത്ര ചെയ്യുന്നവരുടെ മൊബൈൽ ഫോണുകൾ വടികൊണ്ടടിച്ച് താഴെയിട്ടെടുക്കുന്ന സംഘമാണ് പോലീസിന്റെ പിടിയിലായത്. ലഹരി ഉപയോഗത്തിനായുള്ള പണം കണ്ടെത്താനാണ് ഈ സംഘം പിടിച്ചുപറി നടത്തിയതെന്നാണ് വിവരങ്ങൾ. ആലുവ, എറണാകുളം എന്നിവിടങ്ങളിലായി താമസിക്കുന്ന അഭിഷേക്, രഞ്ജിത്ത്, രാജു, അതിൽ, ആഷിഖ്, അനസ് എന്നിവരെയാണ് റെയിൽവേ സംരക്ഷണ സേനയുടെ ഇന്റലിജൻസ് വിഭാഗം അറസ്റ്റ് ചെയ്തത്. മോഷണത്തിലൂടെ കിട്ടുന്ന സാധനങ്ങൾ വിൽക്കുകയാണ് ഇവർ ചെയ്യുന്നത്. ഇതിൽ നിന്നും ലഭിക്കുന്ന പണം ഉപയോഗിച്ച് ലഹരി പദാർത്ഥം വാങ്ങുകയും ദൂർത്തടിക്കുകയും ചെയ്യും. മോഷണം, കഞ്ചാവ് കടത്ത് എന്നീ കേസുകളിൽ ഇവർ മുമ്പും പിടിയിലായിട്ടുണ്ട്. സംഘത്തിൽ നിന്നും 2 ലക്ഷം രൂപ വിലമതിക്കുന്ന ഫോണടക്കം പിടിച്ചെടുത്തിരുന്നു. ഇത്തരത്തിൽ ആലുവ ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളാണ് പുറത്തുവരുന്നത്. ആലുവയിൽ ആരെയാണ് ഇപ്പോൾ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നതെന്നോ ആരാണ് ഇത്തരത്തിൽ ആലുവ കേന്ദ്രീകരിച്ച് യുവാക്കളെ തട്ടിക്കൊണ്ടുപോകുന്ന സംഘമെന്നോ വിവരങ്ങൾ ഇപ്പോഴും ലഭിച്ചിട്ടില്ല. പോലീസ് ഇപ്പോൾ CCTV കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടത്തിവരുന്നു എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നതും. അതേസമയം ഇക്കഴിഞ്ഞ നാളിൽ ആലുവയിൽ സ്കൂൾ വിദ്യാർത്ഥിനിയെ കാണാനില്ല എന്ന വാർത്തയും പുറത്തുവന്നിരുന്നു. ആലുവ സ്റ്റാൻഡേർഡ് ക്വാർട്ടേഴ്സിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ അസം സ്വദേശിനി സൽമ ബീഗത്തെയാണ് തിങ്കളാഴ്ച മുതൽ കാണാതായത്. അതിഥി തൊഴിലാളിയുടെ മകളാണ്. മുട്ടംതേക്കാവിനടുത്ത് വാടകയ്ക്കാണ് ഈ കുടുംബം താമസിക്കുന്നത്. ഇതിനിടെ കാണാതായ മകൾ ഒരു തവണ പരിചയമില്ലാത്ത നമ്പറിൽ നിന്ന് അമ്മയ്ക്ക് ഫോൺ വിളിച്ചിരുന്നു എന്നാണ് വിവരങ്ങൾ. അസം സ്വദേശിനി സൽമ ബീഗത്തെ തിങ്കളാഴ്ച മുതൽ കാണാതെയാവുകയായിരുന്നു. 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. രാവിലെ വീട്ടിൽ നിന്നിറങ്ങിയ സൽമ ബസ്സിൽ കയറി പോവുകയായിരുന്നു. എന്നാൽ എവിടേക്കാണെന്ന് ചോദിച്ചെങ്കിലും ഒന്നും പറഞ്ഞില്ലെന്നാണ് അമ്മ പറയുന്നത്. അന്ന് തിരിച്ചു വരാതായതോടെ പോലീസിൽ വിവരം അറിയിച്ചു. തുടർന്ന് മകൾ വിളിച്ച നമ്പർ അമ്മ പോലീസിന് കൈമാറിയിരുന്നു. ആലുവ ഈസ്റ്റ് പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. അതേസമയം സൽമയുടെ സുഹൃത്തുക്കളടക്കം ചോദ്യം ചെയ്യുകയാണ്. ഇത്തരത്തിലാണ് ആലുവയിൽ നിന്നും ഇപ്പോൾ പെൺകുട്ടികളെയും യുവാക്കളെയും അടക്കം കാണാതാകുന്നു എന്ന വിവരങ്ങൾ ഏറെ ഞെട്ടലുണ്ടാക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.